الحمد لله الذي رضي لنا الإسلام دينا وأتم علينا النعمة وأكمل الدين وهدانا إلى التوحيد الخالص وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മാത്രം മറ്റൊരു ജുമഅയിൽ കൂടി പങ്കെടുക്കുവാൻ ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ് നമുക്ക്. അല്ലാഹു നൽകിയ ഈ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നന്മക്കായി നിർദ്ദേശിച്ച നിർദ്ദേശങ്ങളും കൽപ്പനകളും ജീവിതത്തിൽ യഥാവിധം പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുകയും ചെയ്യേണ്ടവരാണ് നാം ഓരോരുത്തരുമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അവസാനം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെട്ട് ബർസഖിൽ വിജയിച്ച് പരലോകത്ത് വിചാരണയിൽ വിജയിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം കരസ്ഥമാക്കുന്ന വിശ്വാസികളിൽ അത് നമ്മെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയെല്ലാം വീടുകളിൽ, ഓഫീസുകളിൽ, സ്ഥാപനങ്ങളിൽ, പള്ളികളിൽ പുതിയ വർഷത്തിൻ്റെ കലണ്ടറുകൾ വന്നെത്തിയിട്ടുണ്ടാകും. ഒരു വർഷം നമ്മിൽ നിന്നും വിട പറയാനിരിക്കുകയാണ്. ഒരു വർഷം വിട പറയുകയും പുതിയ വർഷം കടന്നു വരികയും ചെയ്യുമ്പോൾ അതിൽ ഇസ്ലാമികമായി പ്രത്യേകമായ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ പ്രത്യേകതകളോ ഒന്നുമില്ലെങ്കിലും ഒരു വിശ്വാസി എന്ന നിലയിൽ ഈ അവസരത്തിൽ സാന്ദർഭികമായി നാം ആലോചിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ഖുത്ബയിൽ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞു പോയ ഒരു വർഷം എനിക്ക് ലാഭമായോ നഷ്ടമായോ എന്ന് ഭൗതിക വിഷയത്തിൽ നാം കണക്ക് കൂട്ടും. പുതിയ വർഷം ആരംഭിച്ച് കുറച്ചുകൂടെ കഴിഞ്ഞ് പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് കച്ചവട സ്ഥാപനങ്ങളിൽ അവരുടെ ലാഭനഷ്ട കണക്കുകൾ ക്രമീകരിക്കും. നമ്മൾ ജീവിതത്തിലും അത് ചെയ്യാറുണ്ട്. ഞാൻ
നേടണമെന്നാഗ്രഹിച്ച നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ ഈ സമയത്ത് എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ പല സന്ദർഭങ്ങളിലും ആ നിലയിൽ നമ്മൾ അതിനെ ആലോചിക്കും. എനിക്ക് ശമ്പളം കിട്ടുമ്പോൾ ഇന്നതിനൊക്കെ ഞാൻ ചെലവഴിക്കും, ഇന്ന കാര്യങ്ങൾ ഇത്ര തുക ഞാൻ മിച്ചം പിടിക്കും എന്നൊക്കെ ഇങ്ങനെ കണക്ക് കൂട്ടാറുണ്ട്. വർഷത്തിലും മാസത്തിലും ദിനേനയും കണക്കുകൾ കച്ചവടക്കാർ പരിശോധിച്ച് അതിലെ പിഴവുകൾ കണ്ടെത്തി തിരുത്തുകയും പുതിയ തന്ത്രങ്ങൾ മെനയുകയും ലാഭവിഹിതം കൂട്ടുവാനുള്ള ശ്രമങ്ങളും നടത്തുകയും ചെയ്യും. കർഷകരായിട്ടുള്ള ആളുകൾ അതിൻ്റെ സമയാസമയങ്ങളിൽ വിത്ത് വിതച്ച് അത് കൊയ്തെടുക്കേണ്ട സമയത്ത് കൊയ്തെടുത്ത് അതിലെ ലാഭനഷ്ട കണക്കുകളൊക്കെ കൂട്ടാറുണ്ട്. അത്തരത്തിൽ കണക്ക് കൂട്ടിക്കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഭൗതികമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. പരലോക വിഷയത്തിൽ ഇങ്ങനെ ഒരു കണക്കെടുപ്പ് നമ്മൾ നടത്തിയിട്ടുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ് ഇത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ച ഒരു വർഷം, നമ്മുടെ ആയുസ്സിൽ നമ്മൾ ജീവിക്കേണ്ട നമുക്ക് നിശ്ചയിച്ച ഒരു വർഷം അത് നമ്മിൽ നിന്നും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു, പിന്നിട്ടുകൊണ്ടിരിക്കുന്നു. അതായത് നമുക്ക് പ്രായം കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു പ്രായം കൂടുകയാണ്. ഖബറിലേക്കുള്ള ദൂരം അത് കുറയുകയാണ്. ആ മരണത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരവസരത്തിലെന്നല്ല, ഏതൊരവസരത്തിലും വിശ്വാസികൾ ഓർക്കേണ്ട ഒന്നാണ് മരണം. പ്രത്യേകിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ, പുതുവർഷങ്ങൾ ആരംഭിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് നാം കൂടുതലായിക്കൊണ്ട് ഓർത്തെടുക്കേണ്ടിയിരിക്കുന്നു. പ്രായഭേദമന്യേ സാമ്പത്തിക വ്യത്യാസങ്ങളില്ലാതെ, നിറം നോക്കാതെ, പദവി നോക്കാതെ നമുക്ക് വന്നെത്തുമെന്നുറപ്പുള്ള ഒന്നാണ് മരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അക്സിറൂ സിക്റ ഹാസിമിൽ ലസ്സാത്ത്, നിങ്ങളുടെ സർവ്വസുഖാഡംബരങ്ങളെയും ഇല്ലാതാക്കി കളയുന്ന, തകർത്ത് തരിപ്പണമാക്കി കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി സ്മരിക്കണേ, ഓർക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഓരോ സമയത്തും പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ വർഷം സർവീസിൽ നിന്നും റിട്ടയർഡ് ആകുമെന്നുള്ളത് ഓരോ അത്തരത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ അതുമായി ബന്ധപ്പെടുത്തി ഓർക്കാറുണ്ട്. ഏത് സമയത്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ റിട്ടയർമെൻ്റ് ഉണ്ടാവുക എന്നുള്ളതിനെ സംബന്ധിച്ച് എത്ര കണ്ട് നാം ആലോചിച്ചു എന്നുള്ളത് നാം സ്വയം ആലോചിക്കുക. ഞാൻ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ എൻ്റെ കൈവശം എന്തുണ്ടാകും എന്നുള്ളത് നാം ആലോചിക്കേണ്ട ഒന്നാണ്. പോയ വർഷത്തിൽ പരലോകത്തിനു വേണ്ടി, എൻ്റെ നന്മയ്ക്ക് വേണ്ടി നശ്വരമായ ഈ ജീവിതത്തിൽ നിന്ന് അനശ്വരമായ ഒരു ലോകത്തിലേക്ക് ഞാൻ യാത്ര ചെയ്താൽ ആ ലോകത്ത് ജീവിക്കുവാൻ വേണ്ട വിഭവങ്ങൾ എന്താണ് ഞാൻ കരുതി വെച്ചത് എന്ന് നാം എത്ര കണ്ട് ആലോചിച്ചു. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽതൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹു തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, വിശ്വാസികളെ, സത്യം വിശ്വസിച്ചവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങൾ സൂക്ഷിക്കുക. വൽതൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് ചെയ്തു വച്ചിട്ടുള്ളത് എന്ന് ഓരോ ആളുകളും നോക്കിക്കൊള്ളട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്നു. വിശ്വാസികളായ ആളുകളാണോ നാളേക്ക് വേണ്ടി എന്ത് കരുതി എന്നുള്ളത് നോക്കിക്കൊള്ളാൻ അല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 59-ാം അധ്യായം 18-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പോയ വർഷം അവസാനിക്കാനിരിക്കുന്ന ഈ വർഷം നാം എത്ര നന്മകൾ ചെയ്തു,
എത്ര തിന്മകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്? പുതിയ ഏതെങ്കിലും നന്മകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചേർത്തിട്ടുണ്ടോ? ഒരു തിന്മയിൽ നിന്നെങ്കിലും നാം അകന്നു നിന്നിട്ടുണ്ടോ എന്നുള്ളത് നാം നമ്മളോട് സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. فَمَن يَعْمَلْ مِثْقَالَ ذَرَّةٍ خَيْرًا يَرَهُ وَمَن يَعْمَلْ مِثْقَالَ ذَرَّةٍ شَرًّا يَرَهُ. അണുമണിത്തൂക്കം നന്മ ചെയ്താൽ അത് നാളെ പരലോകത്ത് കാണപ്പെടും. അണുമണിത്തൂക്കം തിന്മ ചെയ്താലും ആ തിന്മയും നാളെ പരലോകത്ത് കാണപ്പെടുമെന്ന് അല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 2025 പൂർത്തിയാകാനിരിക്കുമ്പോൾ 20, 30, 50, 70 വയസ്സ് കഴിഞ്ഞിരിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. നാം ഈ വയസ്സിനുള്ളിൽ എന്ത് നേടി എന്നുള്ളത് നാം ആലോചിക്കുക. ഭൗതികമായി നമ്മൾ വീട് വെച്ചു, പുതിയ വാഹനങ്ങൾ എടുത്തു, കച്ചവടത്തിൽ ലാഭമുണ്ടാക്കി, പ്രവാസലോകം മതിയാക്കി പോന്നു, പല നിലയിൽ നമ്മൾ സെറ്റിൽമെന്റായി എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ദീനീപരമായ കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് നാം ഓരോരുത്തരും സ്വയം ആലോചിക്കേണ്ട കാര്യമാണ്. ഈ കഴിഞ്ഞ വർഷത്തിൽ 5 നേരത്തെ നമസ്കാരവും മുടങ്ങാതെ നിർവഹിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കണം. നമസ്കാരത്തിലെ പ്രാർത്ഥനയുടെ അർത്ഥമെങ്കിലും അതിൻ്റെ ആശയമെങ്കിലും പഠിക്കുവാൻ കഴിഞ്ഞ വർഷം എനിക്ക് സാധിച്ചിട്ടുണ്ടോ, സാധ്യമായിട്ടുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ട കാര്യമാണ്. അത്തരത്തിൽ ആ നിലയിൽ നാം ആലോചിക്കുകയും അതിനനുസരിച്ച് ജീവിതത്തെ പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ആ പുതിയ വർഷത്തിൽ കഴിഞ്ഞ വർഷത്തിലെ ന്യൂനതകളെല്ലാം മാറ്റിവെച്ച് നമ്മൾ പുതിയ വർഷത്തെ സ്വീകരിക്കുവാൻ തയ്യാറാവുകയും പുതിയ അമലുകൾ ദീനിന് വേണ്ടി, പരലോകത്തിന് വേണ്ടി നമ്മൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണം. കഅന്നഹും യൗമ യറൗനഹാ ലം യൽബസു ഇല്ലാ അശിയത്തൻ ഔ ളുഹാഹാ. അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനെ അവർ കാണുന്ന ദിവസം ഒരു വൈകുന്നേരമോ പ്രഭാതത്തിലോ അല്ലാതെ അവർ കഴിച്ചുകൂട്ടുകയില്ല. അത്തരത്തിലായിരിക്കും എന്നവർക്ക് തോന്നുക എന്ന് മരണത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മരിക്കുമെന്ന് ഉറപ്പുണ്ട്. എത്ര ആയുസ് കിട്ടിയാലും മനുഷ്യന് പരിതപിക്കും എന്നാണ് അല്ലാഹു തആല ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മരണനേരത്ത് എത്ര ആയുസ് ജീവിക്കാൻ കഴിഞ്ഞാലും ആ സമയത്ത് ചെയ്യാൻ പറ്റാത്ത അമലുകളെ സംബന്ധിച്ച്, ചെയ്തു പോയ തെറ്റുകളെ സംബന്ധിച്ച് മനുഷ്യർ അതിനെ സംബന്ധിച്ച് പരാതി പറയും, പരിതപിക്കും. അതിനെ സംബന്ധിച്ച് അവർ അസ്വസ്ഥമാകുമെന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നു. പരലോകത്തേക്ക് എത്തുമ്പോൾ ആ പരലോകത്ത് ചില ആളുകൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ, ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ മുറവിളി കൂട്ടുമെന്ന് അല്ലാഹു തആല സൂറത്തുൽ ഫാത്തിറിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇപ്രകാരമുള്ള അവസ്ഥ, ആ അവസ്ഥകളെ സംബന്ധിച്ച് പരലോകം വരുമെന്നുള്ള യാഥാർത്ഥ്യം അറിയുന്ന, മരണം വരുമെന്ന യാഥാർത്ഥ്യം ആരെക്കാളും ഉൾക്കൊള്ളുന്ന വിശ്വാസികൾ എന്ന നിലയിൽ ബർസഖിന് മുമ്പ്, പരലോകത്തിന് മുമ്പ്, ഇതെല്ലാം വരുന്നതിന് മുമ്പ് ഇതിനെ സംബന്ധിച്ച് ആലോചിക്കുവാൻ, അതിനുവേണ്ടി ഒരുങ്ങുവാൻ നമ്മൾ തയ്യാറാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഭൗതികപരമായി കണക്കുകൂട്ടുകൾ നടത്തുമ്പോൾ നമ്മൾ ഈ ലോകത്തും ഒരു കണക്കുകൂട്ടൽ നാളെ പരലോകത്തിന്റെ വിഷയത്തിൽ നടത്തേണ്ടിയിരിക്കുന്നു. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നത്. ഹാസിബൂ അൻഫുസകും ഖബ്ല അൻ തുഹാസിബൂ. നിങ്ങൾ വിചാരണക്ക് വരും, വിചാരണക്ക് റബ്ബിന്റെ മുന്നിൽ എത്തപ്പെടുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. റബ്ബിന്റെ മുന്നിൽ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെ തന്നെ വിചാരണ ചെയ്യണേ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ജനതയെ ഓർമ്മപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ആ നിലയിൽ ഏതെങ്കിലും നിലയിലുള്ള ഒരു മാറ്റമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നന്മയുടെ ഭാഗമായിട്ട് നിൽക്കാൻ, നന്മ ഒന്ന് അധികരിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നാം ഓരോരുത്തരും ആലോചിക്കുക. നന്മയിൽ മുന്നേറാനായിരിക്കണം ഒരു വർഷം, നമ്മൾ ഒരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ തീരുമാനമെടുക്കേണ്ടത്. മഹാനായ ഇമാം ഹസനുൽ ബസ്രി റഹ്മഹുല്ലാ പറയുന്നു, യബ്ന ആദം, ഓരോ പ്രഭാതവും മനുഷ്യനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാണ്. യാ ഇബ്ന ആദം,
അല്ലയോ ആദമിന്റെ പുത്ര, ഇന്നമാ അൻത അയ്യാമുൻ മജ്മൂഅ, നീ എന്ന് പറയുന്ന മനുഷ്യൻ, നീ എന്ന് പറയുന്ന ആദമിന്റെ പുത്രൻ ഈ ലോകത്ത് എണ്ണപ്പെട്ട ഒരുപാട് ദിവസങ്ങൾ, കൂട്ടപ്പെട്ട ദിവസങ്ങൾ മാത്രമാകുന്നു നീ എന്നുള്ളതാണ്. ഉല്ലമാ സഹബ യൗം സഹബ ബഅലുക്, ഓരോ ദിവസവും നിന്നിൽ നിന്നും ഓരോ ദിവസവും കഴിഞ്ഞു പോകുമ്പോൾ, ഓരോ വർഷവും കഴിഞ്ഞു പോകുമ്പോൾ, ഓരോ നിമിഷവും കഴിഞ്ഞു പോകുമ്പോൾ നിന്റെ ജീവിതത്തിലെ, നിന്റെ ആയുസ്സിലെ ഓരോന്നാണ് അവസാനിച്ചു കൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്, കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന ചിന്തയായിരിക്കണം ആ ഓരോ നിലയിലും നാം ആലോചിക്കേണ്ടതെന്ന് ഹസനുൽ ബസരി റഹ്മഹുല്ലാ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ, സാമ്പത്തിക ക്രയവിക്രയങ്ങൾ, അതേപോലെയുള്ള മറ്റ് കച്ചവടവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ, മാതാപിതാക്കളുമായി കൊണ്ടുള്ള ഇടപാടുകൾ, മരണപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, മക്കൾക്ക് കൊടുക്കേണ്ടത് കൊടുത്തോ എന്നുള്ള ചിന്ത, കുടുംബത്തിലെ വിള്ളലുകൾ അത് പരിഹരിച്ച് മുന്നേറിയോ, നമ്മുടെ ഇണയുമായി കൊണ്ടുള്ള ബന്ധം, അയൽവാസികളുമായി കൊണ്ടുള്ള ബന്ധം, നമസ്കാരം, സുന്നത്ത് നമസ്കാരങ്ങൾ, സുന്നത്തുകൾ, സ്വതക്കകൾ, ഖുർആൻ പാരായണങ്ങൾ, ദിക്റുകൾ, രോഗസന്ദർശനം തുടങ്ങിയ നന്മകൾ, ഈ നന്മകളിൽ എന്തൊക്കെയാണ് നമ്മൾ നമ്മുടെ ആയുസ്സിൽ, കഴിഞ്ഞ ആയുസ്സിൽ ചെയ്തു വെച്ചത്, ഇനി എന്താണ് ചെയ്യാനിരിക്കുന്നത് എന്നുള്ളത് നാം ആലോചിക്കേണ്ട ഒരു വസ്തുതയാണ്. ഓരോ വർഷവും കഴിയും തോറും പുതുവർഷ പുലരിക്ക് വേണ്ടിയുള്ള ആഘോഷങ്ങളുടെ ബഹളങ്ങൾ, ആഘോഷങ്ങളുടെ രീതികൾ മാറിക്കൊണ്ടിരിക്കുന്നു, വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ലഹരിയുടെ പിൻബലത്തിൽ അതേപോലെയുള്ള കാര്യങ്ങൾ അത്തരത്തിൽ നിഷിദ്ധമാക്കപ്പെട്ടതിന്റെ പിന്നിൽ പായുകയും ആഘോഷങ്ങൾ വർദ്ധിച്ചു വരികയും ചെയ്യുന്ന സമയത്ത് ഒരു വിശ്വാസിക്ക് ആയുസ് കുറയുന്ന അവസരത്തിൽ, ആയുസിനെ കുറിച്ച് ആലോചിക്കുന്ന ഒരു വിശ്വാസി ജീവിതത്തിൽ അർത്ഥമുണ്ട് എന്ന് വിശ്വസിക്കുകയും മരണമെന്ന യാഥാർത്ഥ്യം വരാനുണ്ട് എന്ന് വിശ്വസിക്കുകയും പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ ആയുസ് കഴിഞ്ഞു പോകുമ്പോൾ, ആയുസ് കൊഴിഞ്ഞു പോകുമ്പോൾ അവന് എങ്ങനെയാണ് ആഘോഷിക്കുവാൻ സാധിക്കുക എന്ന് നാം ആലോചിക്കേണ്ട ഒരു വസ്തുതയാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, മക്കയിലെ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ധനികനായ, ധനാഢ്യനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തന്റെ സമ്പത്ത് ദീനിന് വേണ്ടി ധാരാളം ചെലവഴിക്കുകയും തന്റെ സമ്പത്തിനെ ഒരുപാട് സാധുക്കളായ ആളുകൾക്ക് സ്വതക്കകൾ നൽകി നന്മകൾ അധികരിപ്പിക്കുകയും ചെയ്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകനായി പ്രവാചകന്റെ മക്കളെ വിവാഹം കഴിച്ച് പ്രവാചകന് ആശ്വാസമേകിയ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ ധാരാളമായി പൊട്ടിക്കരയുമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ആ ഖബറിലേക്ക് പോകുവാനുണ്ട് എന്നുള്ളൊരു ബോധം ജീവിതത്തിൽ എത്ര തന്നെ നേടിയാലും, എന്തെല്ലാം സമ്പാദിച്ചാലും ആ സമ്പാദ്യങ്ങൾ നമ്മളെ അതിൽ നിന്നും അകറ്റിക്കൂടാ, ആ ചിന്തയിൽ നിന്നും മാറി ചിന്തിപ്പിച്ചുകൂടാ എന്നുള്ള ഒരു ബോധം നമുക്ക് വേണം എന്നുള്ളതാണ്. ഓരോ വർഷവും നമ്മൾ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ഓരോ വർഷവും നമ്മൾ ദീനീപരമായ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നു. ഓരോ വർഷവും അതിനുവേണ്ടിയുള്ള നീക്കുപോക്കുകൾ നമ്മൾ എത്ര കണ്ട് നടത്താറുണ്ട്. ദഅവാപരമായ കാര്യങ്ങളാകട്ടെ, ഇസ്ലാമിക ദീന് പഠിക്കുന്ന വിഷയങ്ങളിലാകട്ടെ, എല്ലാ നിലയിലും നമ്മുടെ മുമ്പിൽ ആധുനികമായി എല്ലാ സംവിധാനങ്ങളുമുണ്ട്. നമുക്ക് 2 മണിക്കൂറും 2.5 മണിക്കൂറും 3 മണിക്കൂറും സിനിമ കാണുവാൻ ഒരു മുടക്കവുമില്ല. അത് ആസ്വദിക്കുവാൻ ഒരു പ്രയാസവും നമുക്ക് തോന്നുന്നില്ല. എന്നാൽ ഖുത്ബയൊന്നൊരു 5 മിനിറ്റ് നീണ്ടുപോയാൽ, ഖുത്ബയൊന്നൊരു 10 മിനിറ്റ് നീണ്ടുപോയാൽ, 5 മിനിറ്റിന്റെ ഹദീസ് ക്ലാസ്സിലൊന്നിരിക്കാൻ, 5 മിനിറ്റിന്റെ ഖുർആൻ ക്ലാസ്സിലൊന്നിരിക്കാൻ, അരമണിക്കൂർ ഒന്ന് ഖുർആൻ ക്ലാസ്സിലൊന്ന് ചെലവഴിക്കുവാൻ നമുക്ക് നേരമില്ല. മറിച്ച് നമ്മൾ ആലോചിക്കുകയും നമ്മൾ ചിന്തിക്കുകയും നമ്മൾ സമയം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ഭൗതികമായ വിഷയത്തിലേക്ക് വേണ്ടിയാണ്. കച്ചവട സ്ഥാപനത്തിന്റെ മുന്നിലിരുന്ന് കണക്ക് കൂട്ടലുകൾ എത്ര പാതിരാത്രി പിന്നിട്ടാലും നമ്മൾ കൂട്ടിയിട്ടേ പുറത്തു വരികയുള്ളൂ. അങ്ങനെയൊക്കെ കൂട്ടണം, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് അതൊക്കെ കൂട്ടുന്നതോടൊപ്പം നമ്മുടെ നാളെ പരലോകത്തിന് വേണ്ടിയുള്ള എന്ത് കണക്കുകൂട്ടലുകൾ ഞാൻ നടത്തി എന്നുള്ള ചിന്തയായിരിക്കണം
ഓരോ വർഷവും കഴിഞ്ഞു പോകുന്ന സമയങ്ങളിൽ നമുക്കുണ്ടാകേണ്ടത് ആ നിലയിലുള്ളൊരു ചിന്തയുണ്ടാവുകയും പരലോകത്തിന് വേണ്ടി പുതുതായ ഒരു നന്മ ഈ വർഷത്തിലെങ്കിലും എനിക്ക് ചെയ്തെടുക്കാൻ സാധിക്കണം എന്നൊരു നെയ്യത്തോടുകൂടി നമുക്ക് ഇവിടെ നിന്ന് പിരിയാൻ സാധിക്കണം. നാഥൻ അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅലാ സ്വഹാബത്തിഹി അജ്മഈൻ വബഅദ്. ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളിൽപ്പെട്ട ഒരു മാസത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, റജബ് മാസം. പവിത്രമായ മാസങ്ങളുടെ പൊതുവായ പ്രത്യേകതകളും ആ കാലയളവിൽ ബാധകമായ മറ്റു മതവിധികളുമൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു സന്ദർഭത്തിൽ വിശദീകരിക്കാം. എന്നാൽ റജബ് മാസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരുപാട് തെറ്റിദ്ധാരണകളും അനാചാരങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്, റജബ് മാസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വാട്സപ്പുകളിലേക്ക്, നമ്മുടെ മെസ്സേജുകളിലേക്ക്, ഗ്രൂപ്പുകളിലേക്കൊക്കെ വന്നൊരു മെസ്സേജ് ഉണ്ടാകും. റജബ് മാസം ആദ്യം അറിയിച്ചവർക്ക് സ്വർഗമുണ്ട് എന്ന നിലയിലുള്ള മെസ്സേജുകൾ. ഇങ്ങനെ ഒരു സ്വഹീഹായ ഒരു ഹദീസ് നമുക്ക് കാണുവാൻ സാധ്യമല്ല. അതുപോലെ റജബ് മാസവുമായി ബന്ധപ്പെട്ട് അധികരിപ്പിക്കാനുള്ള ഒരു പ്രത്യേക ദുആ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫിർ റജബി വശഅബാൻ വബല്ലിഗ്നാ റമളാൻ, ഇങ്ങനെയും നമുക്ക് കാണാം. ഇതും സ്വഹീഹായി വന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമതായി, റജബിലെ 1-ാമത്തെ രാത്രിയിലെ ദുആ പ്രത്യേകം സ്വീകരിക്കപ്പെടും എന്നുള്ളതിനും യാതൊരു അടിസ്ഥാനവുമില്ല. മറ്റൊന്ന്, മിഅറാജ് നടന്നത് റജബിലാണ് എന്ന് പറയപ്പെടുകയും മിഅറാജും ഇസ്രാ മിഅറാജുമായി ബന്ധപ്പെട്ട പ്രകീർത്തനങ്ങളൊക്കെ നമുക്ക് കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാ മിഅറാജ് നമ്മൾ അതിനെ സംബന്ധിച്ച് സംസാരിക്കണം, അതിൻ്റെ പാഠങ്ങൾ പഠിക്കണം, ഉൾക്കൊള്ളണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാൽ മിഅറാജ് പോയത് റജബിലാണ് എന്നുള്ളതിന് സ്ഥിരപ്പെട്ട ഒരു ഹദീസും വന്നിട്ടില്ല. അതുപോലെ അങ്ങനെയാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നോക്കുന്ന, റജബിൽ നോൽക്കുന്ന മിഅറാജ് നോമ്പ്, അങ്ങനെ ഒരു നോമ്പും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. പ്രത്യേകമായിട്ടുള്ള നമസ്കാരവും സ്വലാത്തും സിക്റുമൊക്കെ നമുക്ക് ഈ റജബ് മാസത്തിൽ കാണാം. അതൊന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല. നാളെ പരലോകത്ത് നമ്മളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ, അതല്ലെങ്കിൽ ആ സമയത്ത് പ്രവാചകന്റെ ഹൗദിനരികിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് അവിടെ നിന്ന് ഹൗദുൽ കൗസർ ഇങ്ങനെ ഓരോ ആളുകൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരിശുദ്ധമാക്കപ്പെട്ട കരങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി നമുക്കെല്ലാം നൽകപ്പെടും. ചില ആളുകൾ ഇങ്ങനെ വന്നു നിൽക്കുമ്പോൾ അവിടെ അല്ലാഹു തആല ഒരു തടസ്സം വെക്കും. ആ സമയത്ത് പ്രവാചകൻ ചോദിക്കും, അല്ലാഹുവേ, ഇവരും എൻ്റെ ഉമ്മത്തിലുള്ളവരല്ലേ എന്ന്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, ഇവർ നിന്റെ ഉമ്മത്തിലുള്ളവർ തന്നെയാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷേ നിന്റെ കാലശേഷം ദീനിൽ പുതുതായി ഓരോ ആചാരങ്ങളും കൊണ്ടുവന്നവരാണ് ഇവർ. അതുകൊണ്ട് ഇവർക്കിതിൽ അർഹതയില്ല എന്ന് അല്ലാഹു തആല പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുഹ്ഖൻ സുഹ്ഖ എന്ന് പറഞ്ഞ് ആ ആളുകളെ ദൂരേക്ക് പോകാൻ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ആട്ടി ഓടിക്കപ്പെടും എന്നുള്ളതാണ്. നമ്മൾ ഇത്തരത്തിൽ നന്മയാണ് എന്ന് വിചാരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നന്മയാണ് എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ പരലോകത്ത് പോകുമ്പോൾ അതിനൊന്നും ഒരു പ്രതിഫലവുമില്ലാത്ത അവസ്ഥയാകും. അങ്ങനെ ബിദഅത്തുകൾ ചെയ്യുമ്പോൾ യഥാർത്ഥമായ സുന്നത്ത് ചെയ്യാനുള്ള സമയം നഷ്ടപ്പെടും. യഥാർത്ഥമായ സുന്നത്ത് ജീവിപ്പിക്കുവാൻ നമ്മൾ മറന്നുപോകും. സ്വാഭാവികമായിട്ടും പിശാചിന്റെ ഉദ്ദേശം, ശൈത്വാന്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ ആത്യന്തികമായി നരകത്തിൽ കഴിയണമെന്നുള്ളതാണ്. അപ്പോൾ നരകത്തിലേക്ക് എത്തിപ്പെടാൻ ഒരു മനുഷ്യനെ കൊണ്ടു ചെല്ലുവാൻ പറ്റുന്ന ഒരു കാര്യം നന്മയാണ് എന്ന് അവന് തോന്നുമ്പോൾ അവൻ ആ നന്മ ചെയ്തോളും. പക്ഷെ അതിനൊരു ഫലവുമില്ല എന്ന തരത്തിലുള്ള ബിദഅത്തുകൾ ചെയ്യാനായിരിക്കും പിശാച് ഏറ്റവും അധികം മനുഷ്യനെ പ്രേരിപ്പിക്കുക, വിശ്വാസികളെ പ്രേരിപ്പിക്കുക എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ബിദഅത്തുകളെ നമ്മൾ സൂക്ഷിക്കണം. ഇവിടെ ഒന്നാമത് നമ്മൾ പറഞ്ഞതുപോലെ വാട്സപ്പിലേക്ക് ചില മെസ്സേജുകളൊക്കെ വരുമ്പോൾ റജബ് മാസവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് കൊടുത്ത സ്വർഗമുറപ്പ് എന്ന തരത്തിലുള്ള മെസ്സേജുകൾ വരുമ്പോൾ അതൊക്കെ നമ്മളൊന്ന് പരിശോധിക്കണം. നമുക്ക് ഉറപ്പില്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് പരിശോധന നടത്താൻ, അറിവുള്ള ആളുകളുമായി പങ്കുവെക്കാൻ, അതിൻ്റെ സ്വീകാര്യതയെ ഒന്ന് അന്വേഷിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ആരെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പ്രചരിപ്പിച്ചാൽ, കളവ് പറഞ്ഞാൽ, പ്രവാചകൻ പറഞ്ഞു എന്ന പേരിലാണല്ലോ ഈ മെസ്സേജുകൾ, നമ്മൾ അറിയാതെയെങ്കിലും അത് ഫോർവേഡ് ചെയ്താൽ നമ്മൾ ആലോചിക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫൽയതബവ്വഅ മഖഅദഹു മിനന്നാർ, അവനവന്റെ ഇരിപ്പിടം നരകത്തിൽ ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഫോർവേഡ് മെസ്സേജുകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പ്രചരിപ്പിക്കുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഇസ്ലാമിൽ സിക്റുകളുണ്ട്, ഇസ്ലാമിൽ സ്വലാത്തുകളുണ്ട്. സിക്ർ ഹൽക്കകളും സ്വലാത്ത് മജ്ലിസുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ധാരാളമായി സ്വലാത്തിനെ വർദ്ധിപ്പിക്കേണ്ട ദിവസമാണ് ജുമുഅ ദിവസം. നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അതേപോലെ ദിക്റുകളും സ്വലാത്തുകളും ധാരാളമായി നമ്മൾ എല്ലാ അവസരങ്ങളും, കയറ്റം കയറുമ്പോൾ അല്ലാഹു അക്ബർ, ഇറങ്ങുമ്പോൾ സുബ്ഹാനല്ലാഹ്, വണ്ടിയിൽ കയറുമ്പോൾ, ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തുടങ്ങി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒട്ടനവധി ദിക്റുകളും സ്വലാത്തുകളും നമുക്ക് ചൊല്ലാൻ തന്നെയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്താക്കപ്പെട്ട എത്രയോ നോമ്പുകൾ നമുക്ക് അനുഷ്ഠിക്കാൻ ബാക്കിയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്താക്കപ്പെട്ട എത്രയോ നമസ്കാരങ്ങൾ, വുളൂവിന് ശേഷം, ബാങ്കിന് ശേഷം നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ, അതേപോലെ റവാത്തിബ് സുന്നത്ത്, അതേപോലെ തഹിയ്യത്ത് നമസ്കാരങ്ങൾ, തഹജ്ജുദ് നമസ്കാരങ്ങൾ, ദുഹാ നമസ്കാരങ്ങൾ തുടങ്ങി എത്രയോ സുന്നത്തുകൾ തന്നെ നമുക്കിനിയും ചെയ്യാൻ ബാക്കിയുണ്ട്. അതിനിടയിൽ നമ്മൾ ഈ ബിദ്അത്തുകളെ കടത്തിക്കൂട്ടി സുന്നത്തുകളെ ഇല്ലാതാക്കി കളയുന്ന, നമ്മുടെ അമലുകളെ നശിപ്പിച്ച് കളയുന്ന തരത്തിലുള്ള പ്രവണതകളിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കണം. പ്രവാചക പാഠങ്ങളും അധ്യാപനങ്ങളും പഠിച്ച് മനസ്സിലാക്കി, ദീന് ഉൾക്കൊണ്ട്, ദീനിനെ മനസ്സിലാക്കിക്കൊണ്ട്, ദീന് പഠിച്ചുകൊണ്ട് അതിനെ അനുധാവനം ചെയ്യുവാൻ നമ്മൾ ശ്രമിക്കണം. നാഥൻ അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ വിധത്തിലുള്ള ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു തആല അവന്റെ മഹത്തായ മഗ്ഫിറത്ത് കൊണ്ട്, മഹത്തായ റഹ്മത്ത് കൊണ്ട് നമുക്കെല്ലാം പുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ, കുടുംബാംഗങ്ങൾ, മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, നേതാക്കൾ പലരും ബർസഖിന്റെ ലോകത്താണ്. റബ്ബേ, അവരുടെ ബർസഖിന്റെ ലോകം നീ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അവരുടെ ബർസഖിന്റെ ലോകം നീ സന്തോഷത്തോപ്പാക്കി നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അവരുടെ ബർസഖിന്റെ ലോകം നീ സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റി അനുഗ്രഹിക്കണ റഹ്മാനെ. ഞങ്ങൾ നാളെ ബർസഖിന്റെ ലോകത്തിലേക്ക് യാത്ര തിരിക്കുമ്പോൾ അപ്രകാരമുള്ള ലോകമാക്കി നീ ഞങ്ങളുടെ ലോകത്തെ മാറ്റി അനുഗ്രഹിക്കണ റഹ്മാനെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയോ വിശ്വാസികളായ ആളുകളുണ്ട്, എത്രയോ മനുഷ്യരായ ആളുകളുണ്ട്. പട്ടിണി അനുഭവിക്കുന്നവർ, ഫലസ്തീനിലെ, സുഡാനിലെ, അതേപോലെയുള്ള പല ഇടങ്ങളിലെ അത്തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, അല്ലാഹുവേ, അവർക്ക് നീ ഈമാനികമായ സ്ഥൈര്യം നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും എല്ലാം ആഖിബത്തിനെ നീ നന്നാക്കി അനുഗ്രഹിക്കണ റഹ്മാനെ. യൂസുഫ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതുപോലെ മുസ്ലിമായിക്കൊണ്ട് മരിപ്പിച്ച് സ്വാലിഹീങ്ങളിൽ നീ ഞങ്ങളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا واجر والدينا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلق محمد والحمد لله رب العالمين والسلام على المرسلين.